ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ തന്നെ വന്നിട്ടുള്ളത് ഒരു തട്ടിക്കൂട്ട് പണിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തലേദിവസം ഉണ്ടാക്കിയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാറ്ററിലോട്ട് കുറച്ച് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് ആദ്യം കുറച്ച് കട്ടിയിൽ തോന്നിയത്. ഇപ്പോൾ ലൂസായിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു റെസിപ്പി ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരുവിധം എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന പണി തന്നെ. ബാക്കി വന്ന മാവ് ഇതേപോലെ വട്ടയപ്പാക്കി എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ വട്ടയപ്പച്ചെമ്പിൽ ഇതേപോലെ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തെളിച്ച് ഒരെണ്ണം ഉണ്ടാക്കാനുള്ള ബാറ്ററി ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. പകുതി വേവായപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബദാം വെച്ച് ഇതേപോലെ ഒന്ന് അലങ്കരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല തണുത്ത വെള്ളത്തിൻ്റെ ആ ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തു. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം. ഈ ഒരു കളർ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നണ്ട. ഏലക്കായ പഞ്ചസാരയിലിട്ടത് തൊലിയോട് കൂടിയാണ്. എന്നിട്ട് അങ്ങനെ തന്നെ പൊടിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഏലക്കായയുടെ തരിതരിയാണ് ഈ ഒരു കളറിൽ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ ഞാൻ പാത്രത്തിൽ നിന്നൊക്കെ വിടിയിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു കളർ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ പണി? ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സംഭവം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല മധുരത്തോട് കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, വട്ടയപ്പത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പ്രൊസീജിയറായിട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റിൽ കിട്ടില്ല എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്കോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ബായ്.